ഞങ്ങൾ ഇന്ന് സംസാരിക്കാൻ വേണ്ടി തുടങ്ങിയ ഒരു കൊച്ചു പ്രസ്ഥാനമാണ് ശരിക്കും ഈ സ്റ്റാഫിനെ മെയിൻറ്റെയിൻ ചെയ്യുക, ഇത് റൺ ചെയ്യുക, ഇങ്ങനെ കുറെ വിഷയം വരുമ്പോ മൾട്ടി ക്വസ്റ്റ്യൻ അതിനെ കുറിച്ച് അഭിപ്രായം ഒന്നുമില്ല, സൂക്ഷിച്ചും കണ്ട് സംസാരിക്കാം. പുറത്തിറങ്ങുമ്പോ തല്ലി കിട്ടും. നിങ്ങൾക്ക് അതും കൂടി കിട്ടിയിരുന്നെങ്കിൽ മീശ മാത്രം മീശ കിട്ടൂല കേട്ടോ. ഞങ്ങള് ഞാനെ പോയി വിളിക്കും, കാരണം പിന്നെ അത് ആർക്കും പാടാനും പറ്റും. ഒരിക്കലും ഒരു മ്യൂസിക് ഡയറക്ടർക്ക് ഇല്ലാത്തൊരു അനുഭവമുള്ള ഞാനാണ് ഈ പാടുന്നത്. ഇയാൾ പ്രഗത്ഭനായ സംഗീതജ്ഞനാണെങ്കിൽ അതിനനുസരിച്ച് സംഗീതം ഇവനാണോ ശരി, മറ്റവരാണോ ശരി, ഇവ രണ്ടിനും ഒരു ശരിയുണ്ട്, ഞാനാണോ തെറ്റ്? അപ്പൊ ദൈവം കൊടുക്കുന്ന ഒരു വലിയ പണിയാണ്. അവനെ കൊണ്ടല്ല, അവന് വേണ്ടിട്ട് ഇവനെ കൊണ്ട് സംഗീതം ചെയ്യിപ്പിച്ച് പാടിപ്പിച്ചിട്ട് ഫൈനലി ദ വെയിറ്റ് ഇസ് ഓവർ. നമ്മുടെ ദേ പുട്ട് ബഹ്റൈനിൽ എത്തിയിരിക്കുകയാണ്. എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു സംഭവം ഇതാ നമ്മുടെ ബഹ്റൈനിൽ എത്തിയിരിക്കുകയാണ്. പുട്ടിന്റെ ഒരു കുറവുണ്ടായിരുന്നു അല്ലേ ബ്രോ? തീർച്ചയായിട്ടും. അപ്പോൾ നമ്മുടെ ഈ ബഹ്റൈൻ മലയാളികളെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു ഭക്ഷണപ്രേമികളാണ് നമ്മളെല്ലാവരും. ഇപ്പം നല്ലൊരു ചായ കുടിക്കണമെങ്കിൽ, നല്ലൊരു ഭക്ഷണം കഴിക്കണമെങ്കിൽ നമ്മൾ ആദ്യം ഓടിയെത്തുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മലസത്താണ്. നമുക്കൊരു പുതിയ രുചിയിടം കൂടി ഇതാ ഉമ്മലസത്ത് ലോഞ്ച് ചെയ്യുകയാണ്. നമ്മുടെ സ്വന്തം ദേ പുട്ട് നമ്മുടെ പ്രിയപ്പെട്ട ദിലീപേട്ടനും നാദർഷിക്കയും നമ്മോടൊപ്പം ജോയിൻ ചെയ്യുകയാണ്. ഒരുപാട് സ്നേഹത്തോടെ അവർ നമുക്ക് സ്വാഗതം ചെയ്യാം. നാദർഷിക്കയും ദിലീപേട്ടനും നമുക്ക് എല്ലാവർക്കും വളരെ വളരെ ഫെമിലിയർ ആയിട്ടുള്ള രണ്ട് പേരുകളാണ്. ഇപ്പൊ വെൽക്കം ചെയ്തതുപോലെ തന്നെ നമ്മളുടെ ദേ പുട്ടിനെയും ഞങ്ങൾ ബഹ്റൈനിലേക്ക് വെൽക്കം ചെയ്യുന്നു. ദിലീപേട്ട, ഈ എറണാകുളത്ത് ഇപ്പോഴത്തെ ഫാഷൻ ട്രെൻഡ് എന്താണെന്ന് മനസ്സിലാക്കാൻ നേരെ നാദർഷിക്കാൻ നോക്കിയത്. നാദർഷിക്ക എപ്പോഴും ആ ഒരു ട്രെൻഡ് അല്ലേ? എന്താണ് ദിലീപേട്ട അതിനെ കുറിച്ച് പറയാനുള്ളത്? പണ്ട് തന്നെ ഇങ്ങനെയാണോ നാദർഷിക്ക? നാദൃശ പണ്ട് ഇങ്ങനെയൊക്കെ ശ്രദ്ധിച്ച് എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ ചിരിപ്പിക്കാനുള്ള പരിപാടി, നമുക്ക് ചിരിക്കാനുള്ള വകുപ്പുകൾ ഉണ്ടാക്കുന്ന അല്ല. അവനിപ്പോ ഈ ലോകം എങ്ങനെ ഓടുന്നു പോകുന്നു എന്നുള്ളതൊക്കെ മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള പുതിയ പുതിയ സംഭവങ്ങൾ ഒക്കെ ആയിട്ട് വളരെ അപ്ഡേറ്റഡ് ആയിട്ട്. അല്ല, ദേ പുട്ട് ബഹ്റൈനിൽ വന്നപ്പോ ഇതിനെ കുറിച്ച് നിങ്ങൾ ഇപ്പൊ അടുത്തെങ്ങാനും ആണോ നിങ്ങൾക്ക് ഒരു തോട്ട് വന്നത് ബഹ്റൈനിൽ വരണ്ട, അല്ലെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്നു ദേ പുട്ട് ബഹ്റൈനിൽ? ഞാൻ ഒരു ദിവസം അങ്ങനെ നമ്മൾ ആരോടും വാശിയൊന്നുമില്ലല്ലോ. അല്ല, GCC കൺട്രീസിൽ വെച്ച് GCC നമ്മള് തുടങ്ങിയ സമയത്ത് ശരിക്കും പറഞ്ഞാൽ ഞങ്ങള് ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ ഏറ്റവും വലിയ ലൈഫിലെ ഏറ്റവും വലിയ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് അത് പ്രത്യേകിച്ച് ഇപ്പൊ ആൺകുട്ടികൾ മാത്രമല്ല. പണ്ട് ആൺകുട്ടികൾ എന്ന് പറയുന്ന ഒരു ഫ്രണ്ട്ഷിപ്പാണ്, പെൺകുട്ടികൾ ഒരു ഫ്രണ്ട്ഷിപ്പാണ്. ഇപ്പൊ ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിലുള്ള ഒരു ഭയങ്കര ഫ്രണ്ട്ഷിപ്പാണ്. അപ്പൊ എനിക്കൊക്കെ കോളേജിലുള്ള ഫ്രണ്ട്സ് എല്ലാം എപ്പോഴും ആ ഒരു കണക്ഷനിലുണ്ട്. അത് ഭയങ്കര ഒരു ബോണ്ടാണ്. ശരിക്കും പറഞ്ഞാല് നമ്മള് ഈ സ്കൂളിലും കോളേജിലും ഒക്കെ പഠിക്കുന്ന സമയത്തുള്ള ഫ്രണ്ട്സ് ഇപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ വലിയ ഭാഗ്യല്ലേ. കാരണം നമ്മളൊരു ജോലി കിട്ടുന്നതിന് മുമ്പോ അല്ലെങ്കിൽ ജോലിക്ക് കയറുന്നതിന് മുമ്പോ ഉള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇവന്റെ കൂടെ നിന്നാൽ അങ്ങനെ ഒരു ഗുണമുണ്ട് എന്നൊന്നും ചിന്തിക്കാത്ത റിലേഷനാണ്. അവരൊക്കെ ഇപ്പോഴും നമ്മുടെ കൂടെ ആയിട്ട് അവരുടെ ഫാമിലിയും നമ്മുടെ ഫാമിലി അങ്ങനെയൊക്കെ പറയുന്നത് വലിയൊരു കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ ഭയങ്കര രസകരമായ ഒരു അവസ്ഥ തന്നെയാണ്. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങള് ശരിക്കും ഇത് ഫ്രണ്ട്ഷിപ്പിന്റെ ഒരു ടീം പറഞ്ഞു ചിന്തയാണ് 100%. അങ്ങനെ ഞങ്ങൾ തുടങ്ങി. അതുമായിട്ട് കണക്ട് ചെയ്യാനായിട്ട് വേറെ 2-3 ഫ്രണ്ട്സ് കൂടി വന്നു കഴിഞ്ഞപ്പോ അത് പ്രാക്ടിക്കലി നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും. അങ്ങനെ തന്നെയാണ് ഞങ്ങൾ ഇന്ന് സംസാരിക്കാൻ വേണ്ടി തുടങ്ങിയ ഒരു കൊച്ചു പ്രസ്ഥാനമാണ് ശരിക്കും ദേ പുട്ട്. അത് ദൈവം അനുഗ്രഹിച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് അന്ന് മുതൽ 100-ലോടുക എന്ന് പറയുന്ന ഒരു അവസ്ഥ നമുക്ക് ഉണ്ടായി. അങ്ങനെ പിന്നെ പതുക്കെ നമുക്ക് ഇന്ന സ്ഥലത്ത് പോയാലും ഇങ്ങനെ പോയാലോ അങ്ങനെ പോയി. അപ്പോഴേക്കും പിന്നെ പല രാജ്യത്ത് നിന്ന് ഓരോ ആളുകൾ വന്നിട്ട് നമ്മുടെ കൂടെ വരൂ, നമ്മുടെ കൂടെ. അപ്പൊ നമ്മള് അവർ കറക്റ്റ് ആയിട്ട് ഒരു ആൾക്കാർ ആണെങ്കിൽ അവരുടെ കൂടെ എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിലുള്ളത്. ദിലീപ് ഹോസ്പിറ്റാലിറ്റി ആൻഡ് എന്റർടൈൻമെന്റ് അത് അല്ല, അതൊക്കെ പിന്നീട് ഉണ്ടായ കാര്യങ്ങളാണ്. കാരണം വെച്ചാല്
ഈ ഞങ്ങള് നാദൃശ്യമുള്ള പാരഡി അന്ന് ഇഷ്ടംമാതിരി പാരഡി പാട്ടുകൾ ചെയ്തിരുന്നത് നാദൃശ്യം. ഓണത്തിനിടയ്ക്ക് വിട്ടുവെച്ചതാണ് തുടക്കം അതാണ്. ഞാൻ അതിന്റെ കോമഡി എഴുതുന്ന ആളായിരുന്നു. എന്റെ ജോലി അതാണ്. അപ്പം പാട്ട് എഴുതും, അതിന്റെ ലീഡ്, അതിലേക്ക് നയിക്കാനുള്ള അവസ്ഥകൾ, ക്യാരക്ടേഴ്സിനെ മോൾഡ് ചെയ്യുക, തമാശകൾ ഉണ്ടാക്കുകയൊക്കെ. അപ്പൊ ഞങ്ങള് അതിന്റെ ഭാഗമായിട്ട് അങ്ങനെ പോയി. അങ്ങനെ 3 ഓണത്തിനെയും കൂട്ടി വെച്ചാൽ 3 ചെയ്തു. പിന്നെയാണ് നമ്മൾ അതിൽ നിന്ന് മാറി ദേമാവിൽ കുമ്പത്ത് ഞങ്ങള് സ്വന്തം പ്രൊഡക്ഷൻ തുടങ്ങി. അന്ന് തേന്മാവിൽ കുമ്പത്ത് എന്ന് പറഞ്ഞതിന്റെ പാരഡിയാണ് ദേമാവിൽ കുമ്പത്ത്. അങ്ങനെ ഞങ്ങള് നാദൃശ്യം ഞങ്ങൾ കൂടി ട്രാവലിന്റെ ഇടയിലാണ് പുട്ട് ഞങ്ങളിങ്ങനെ സംസാരിച്ചു. പുട്ട് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതാണ്. ഞങ്ങളുടെ മിമിക്രി ജീവിതത്തിൽ പുട്ട് ഒഴിവാക്കിയിട്ടുള്ള ദിവസങ്ങൾ ഉണ്ടായിട്ടില്ല, പുട്ടും മട്ടനും ഒക്കെ. അങ്ങനെ ഞങ്ങള് പതുക്കെ അങ്ങനെയുള്ളൊരു ചിന്തകളായി. എന്ത് പേരിടും? നിങ്ങൾ ഈ പുട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ പുട്ടിൽ പോകുമ്പോൾ ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്ത കോമ്പിനേഷൻസും മിക്സിംഗ് ഒക്കെയാണ് പുട്ടിൽ കിട്ടുന്നത്. ഇപ്പോൾ ഓരോ സ്ഥലത്ത് പുതിയ ഫ്രാഞ്ചൈസി ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവിടെ എവിടെയും ഇല്ലാത്ത ഒരു പുട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യണം, അങ്ങനെ എപ്പോഴും തോന്നി? അല്ല, ഓരോ തവണയും ഇതുണ്ട്. ഇപ്പൊ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് ആദ്യം പുട്ട് മാത്രമായിരുന്നു. ഇപ്പൊ നമ്മള് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോഴേക്കും നമ്മള് ഇതിനെ സീരിയസ് ആയിട്ട് എടുക്കാൻ തുടങ്ങിയപ്പോ നമുക്ക് അവിടെ വരുന്ന ആൾക്കാരെ എല്ലാ തരത്തിലും ഭക്ഷണം കഴിക്കുന്നവരാവില്ലേ. ഇപ്പൊ ഒരു 10 പേര് വന്നു, ഒരു 5 പേര് വന്നു ഫ്രണ്ട്സ്. അതിൽ ഒരാൾക്ക് ചിലപ്പോ പൊറോട്ട തന്നെ തോന്നും, ഒരാൾക്ക് പത്തിരി വേണം, ഒരാൾക്ക് നെയ്ച്ചോറിനോട് താല്പര്യം ഉണ്ടാവും, ഒരാൾക്ക് ബിരിയാണിയോട് താല്പര്യം ഉണ്ടാവും, ഒരാൾക്ക് ചോറുണ്ടാന്ന് തോന്നുന്നു ഉച്ചക്ക്. അപ്പൊ നമ്മൾ തീരുമാനിച്ചു അപ്പൊ എല്ലാം കൊടുക്കാല്ലേ എന്നുള്ള സംഭവത്തിലെത്തി. പിന്നെ ഞങ്ങളുടെ ആ തീമാണ്, നമ്മൾ പുട്ട് തീമാണെന്ന് പറഞ്ഞ സാധനമൊക്കെ നമ്മൾ പതുക്കെ വിടാൻ തുടങ്ങി. എന്താന്ന് വെച്ചാൽ ഈ സ്റ്റാഫിനെ മെയിൻറ്റെയിൻ ചെയ്യുക, ഇത് റൺ ചെയ്യുക, ഇങ്ങനെ കുറെ വിഷയം വരുമ്പോ മൾട്ടി കുസനാക്കടാ, ഇത് മുന്നോട്ട് പോട്ടെ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞങ്ങൾ പതുക്കെ അങ്ങനെ ഇറങ്ങി. ദൈവം അനുഗ്രഹിച്ച് ഉച്ചക്കുള്ള ഊണാണെങ്കിലും അത് ബിരിയാണി ആണെങ്കിലും ചോറാണെങ്കിലും എല്ലാ പുട്ടിലെ ഭക്ഷണത്തിനെ കുറിച്ച് ഞങ്ങൾക്ക് ഗംഭീര ഫീഡ്ബാക്കുകളെ വരുന്നത്. പണ്ടൊക്കെ ശരിക്കും പറഞ്ഞാല് അന്ന് നോമ്പുകാലം തുടങ്ങി കഴിഞ്ഞാൽ എല്ലാ റെസ്റ്റോറൻറ്റ്സും ക്ലോസ്ഡ് ആണ്. ഇന്ന് ശരിക്കും പറഞ്ഞാല് എല്ലാ ദിവസവും മനുഷ്യൻ ആഘോഷമാക്കുക, അത് നല്ല പോസിറ്റീവ് ആറ്റിറ്റ്യൂഡാണ്. അപ്പൊ എന്ന് വെച്ചാൽ വൈകുന്നേരം നോമ്പൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു ഇറക്കാണ്, അതൊരു ആഘോഷത്തിന്റെയാണ്. ഫുഡ് അത് നാട്ടിൽ പണ്ടുണ്ടായിരുന്ന സാധനങ്ങൾ മുഴുവൻ പതുക്കെ വരികയാണ്. ഇപ്പൊ നിങ്ങളെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു റേഡിയോ ഒരു കാലഘട്ടത്തിൽ ഇല്ലാണ്ടായി. എന്റെയൊക്കെ ചെറുപ്പത്തില് നമ്മള് ഞങ്ങളുടെ വീടിന്റെ അടുത്തൊരു കടയുണ്ടായിരുന്നു, ചായക്കട. ഒരു പ്രഭാകരൻ നായർ എന്ന് പറഞ്ഞ ആളുണ്ടായിരുന്നു. അദ്ദേഹം രാത്രി 8 മണിക്ക് ഈ കട അടച്ചിട്ട് പോകും. അപ്പൊ അദ്ദേഹത്തിന് കുറച്ച് ശത്രുക്കളും കാര്യങ്ങൾ, അയാളെ അടിക്കണം എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന കുറെ ആൾക്കാരാണ്. അപ്പൊ അദ്ദേഹം പോകുന്നതെന്ന് വെച്ചാൽ ഇത്ര മണിക്ക് പുള്ളി പോകുന്ന ഞങ്ങൾ അറിയുന്നത് ഇദ്ദേഹത്തെ ആകാശവാണി. ഈ പുള്ളി എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളിക്കൊരു ധൈര്യത്തിന് മിണ്ടിയും പറഞ്ഞു അപ്പൊ പുള്ളി ഒരു റേഡിയോ കൊണ്ടുവരും, അതാണ് ഉറക്കത്തിൽ വെക്കും, കണ്ടതും കേട്ടതും എന്നൊക്കെ പറയാം. പുള്ളി ഇങ്ങനെ പോകുന്ന അനുസരിച്ചിട്ട് നമുക്ക് കേൾക്കാം. അതിന്റെ നാടകം അങ്ങനെയൊക്കെ പറഞ്ഞു. അങ്ങനെ കുറെ കഴിഞ്ഞപ്പോ റേഡിയോ ഇല്ലാണ്ടായി. പിന്നെ റേഡിയോനെ തിരിച്ചു കൊണ്ടുവന്നത് ഗൾഫ് രാജ്യങ്ങളാണ്. അല്ല, എനിക്ക് തോന്നുന്നു ദുബായിൽ നിന്നാണ് അല്ലെ സ്റ്റാർട്ട് ചെയ്ത്. കാരണം യാത്രക്കിടയിൽ അല്ലെ എല്ലാവർക്കും വിശേഷങ്ങൾ കേൾക്കാനും അത് അവിടുന്ന് റേഡിയോ വീണ്ടും വരികയാണ്. പിന്നെ നാട്ടിൽ FM സ്റ്റാർട്ട് ചെയ്യുന്നു. FM ഒക്കെ ഭയങ്കര ഇപ്പൊ എല്ലാവരും നമ്മള് കാറിൽ പോകുമ്പോൾ നമ്മൾ ആ ഹാബിറ്റിലേക്ക് വീണ്ടും. പക്ഷെ ദിലീപേട്ട, ഇപ്പോഴത്തെ റേഡിയോ സിസ്റ്റം ഭയങ്കര ചേഞ്ച് ആയി. പണ്ട് നമ്മൾ വോയിസ് മാത്രം കേട്ട് ഇതാരായിരിക്കും, ഇതാരെ പോലെ ആയിരിക്കും. അതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? അങ്ങനെ അതിനെ കുറിച്ച് അഭിപ്രായം അതിനെ കുറിച്ച് അഭിപ്രായം ഒന്നുമല്ല, സൂക്ഷിച്ചും കണ്ട് സംസാരിക്കാം. പുറത്തിറങ്ങുമ്പോ തല്ലി കിട്ടും. മറ്റതാണെങ്കിൽ റേഡിയോ കൂടി എന്നും പറഞ്ഞിട്ട് ആരാന്താന്ന് അറിയില്ല. നിങ്ങൾക്കും പറയണേ, നമ്മള് പറയേ പണ്ടൊക്കെ വായിക്കും ഇത് ആരായിരിക്കും. ഇന്നിപ്പോ എല്ലാവരും ഞങ്ങൾക്ക് അറിയാം.
ആ ഒരു സിസ്റ്റം വേണ്ടായിരുന്നു എന്ന് ചിലപ്പോൾ തോന്നി പോവാറുണ്ട്. നിങ്ങൾക്കത് ഓഫ് ചെയ്താൽ പോരാ മറ്റേ വീഡിയോ, അത് നിങ്ങൾ ചെയ്യില്ലല്ലോ. അതിന്റെ വ്യൂവേഴ്സിന്റെ അതിന് വരുന്ന ഇൻകം ആലോചിക്കുമ്പോൾ നിങ്ങളത് ഇപ്പൊ റേഡിയോയിൽ തന്നെ പല വിവാദങ്ങൾ ഉണ്ടായിരുന്നില്ലേ? അത് അങ്ങനെയുള്ള പക്ഷെ കുറെ സാധനങ്ങൾ നിങ്ങൾക്ക് കട്ട് ഓഫ് അല്ലേ, വാർത്തകൾ നിങ്ങൾക്ക് തന്നിട്ടില്ല. അല്ല, ഞങ്ങൾക്ക് പൊളിറ്റിക്സ് സംസാരിക്കാൻ പാടില്ല. അങ്ങനത്തെ പറ്റില്ല. അല്ല, അതാ പറഞ്ഞത്, കുറച്ച് നിങ്ങൾക്ക് അതും കൂടി കിട്ടിയിരുന്നെങ്കിൽ. അങ്ങനെയല്ലേ? അപ്പൊ ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഞാൻ ആ ചോദിച്ച ചോദ്യം ഒന്ന് റിപ്പീറ്റ് ചെയ്യാണ്. വളരെ സന്തോഷം തരുന്ന ഒരു കാര്യമാണ് ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ. ഒന്ന് സന്തോഷവും ഒന്ന് ഭക്ഷണവും. ഇത് രണ്ടും കേറ്റർ ചെയ്യാൻ പറ്റുന്ന ഒരവസ്ഥ ഇല്ലേ? ഇപ്പൊ ദേപുട്ടിന്റെ സക്സസ് ഞാൻ ചോദിക്കണം എന്ന് വിചാരിച്ചത്, ഈ പുട്ട് എന്തുകൊണ്ട് ദേ ഇഡ്ഡലി എന്നിട്ടില്ല? അപ്പൊ പറഞ്ഞു കഴിഞ്ഞു പുട്ടെന്നുള്ളത്. ഇതിന് തരുന്ന ഒരു സന്തോഷം, ഹൗ ഡു യു റിഫ്ലക്ട്? അതുപോലെ ബഹ്റിനിൽ വരുമ്പോൾ ഓരോരുത്തർ ഓരോ എഡിഷൻ ഇറക്കുമല്ലോ, എന്തെങ്കിലും ബഹ്റിൻ എഡിഷൻ ഉണ്ടോ ദേപുട്ടിന്റെ? അല്ല, അത് ദിവസവും ഷെഫ് സ്പെഷ്യൽ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടാക്കി. അങ്ങനെ ഇപ്പൊ മാം പറഞ്ഞതനുസരിച്ചിട്ട് നമ്മള് ഫുഡ് ആൻഡ് എന്റർടൈൻമെന്റ്, ഒരു മനുഷ്യൻ ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നത് ഈ രണ്ട് സാധനത്തിലാണ്. എന്തിനാണ്? നമ്മുടെ അവയവങ്ങൾക്ക് സ്വാദും, കണ്ണിന് കുളിർമ, കാതിന് ഇമ്പം, മനസ്സിന് സന്തോഷം, അതിനുവേണ്ടി കൊടുക്കുന്ന കാര്യങ്ങളാണ്. അതിന് എത്ര പൈസ വേണം ചെലവാക്കാനും ഇതില്ല. ഇപ്പൊ നമ്മള് ഭയങ്കര മ്യൂസിക് ബാൻഡ്, ഇന്ന ആള് വരുന്നു, അയാൾ വന്ന് ഡീജ് അങ്ങനെ ഇങ്ങനെ അത് പറ്റുക പറയുമ്പോഴേക്കും അതിന് പറ്റുന്ന ടിക്കറ്റ് റേറ്റ് പോലും നമ്മൾ ചില സമയത്ത് നോക്കൂല. കാരണം പിന്നെ നമ്മൾ സംഗീതത്തിന്റെ അങ്ങനെ മാസ്മരിക ലോകത്ത് നിന്നിട്ട് ബഹളങ്ങളാണ്. എന്നുവെച്ചാൽ എൻജോയ്മെന്റ് പീക്ക് എന്ന് പറയില്ല. ഫുഡ്, നല്ല ഫുഡ് കാണുമ്പോൾ നമ്മൾ അതിനോടുള്ള സംഭവം, നമ്മൾക്ക് ദൈവം അനുഗ്രഹിച്ച് ഇത് രണ്ടിന്റെയും ഭാഗമാവാൻ സാധിക്കുക എന്ന് പറഞ്ഞത് വലിയ ദൈവാനുഗ്രഹമാണ്. അത് സത്യത്തിൽ നമ്മൾ അതിന്റെ പൈസ ഒന്നും ആലോചിച്ചിട്ടല്ല അതിലേക്ക് ആദ്യം വന്നിരിക്കുന്നത്. അതങ്ങനെ സംഭവിക്കും. പിന്നീട് മുന്നോട്ട് കൊണ്ടുപോകാൻ പൈസ വേണം. ഇപ്പൊ മാം പറഞ്ഞതിന്റെ ഒരു ആൻസർ, സാധാരണഗതിയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ സന്തോഷം വരുമ്പോൾ, ഏറ്റവും കൂടുതൽ ഒരു റിലാക്സ്ഡ് ആയി നമുക്കത് ആഘോഷിക്കണം എന്ന് പറയുമ്പോൾ നമ്മൾ ഫസ്റ്റ് പറയുന്നത് നമുക്ക് ഇന്നൊരു ഔട്ടിങ്ങിന് പോകാം, നല്ല ഭക്ഷണം കഴിച്ച് ഒരു സിനിമയൊക്കെ കണ്ടിട്ട് പോരാം. ഈ രണ്ടിലും നമുക്ക് എത്തിപ്പെടാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നത്. അതന്നെ ഏറ്റവും നല്ല സന്തോഷം കിട്ടുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, ആ രണ്ട് കാര്യങ്ങളിലും നമ്മളുടെ ലൈഫിൽ നമ്മൾ യാദൃശികമായിട്ടാണെങ്കിൽ ഞങ്ങൾക്ക് എത്തിപ്പെടാൻ സാധിക്കുന്നു എന്ന് പറയുന്നത് ദൈവാനുഗ്രഹം. ഞങ്ങള് മനുഷ്യരുമായ എന്നുവെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള റിലേഷൻ ഉണ്ടല്ലോ, കമ്മിറ്റ്മെന്റ്. കാരണം നമ്മുടെ സിനിമ കാണാൻ വരുമ്പോൾ നിങ്ങൾ ഞങ്ങളെ വിശ്വസിച്ചു വരുന്നു, ഞങ്ങളുടെ പ്രസ്ഥാനങ്ങൾ, ഞങ്ങളുടെ ദേപുട്ട് റെസ്റ്റോറൻറ്റ് നിങ്ങൾ ഞങ്ങളെ വിശ്വസിച്ചു വരുന്നു എന്ന് പറയുന്നുണ്ട്. അത് ഞങ്ങളെ സംബന്ധിച്ച് ഭയങ്കര കമ്മിറ്റ്മെന്റ് ആണ്. നിങ്ങളുടെ വിശ്വാസത്തെ സംരക്ഷിക്കുക അല്ലെങ്കിൽ അത് നിലനിർത്തുക എന്ന് പറയുന്നത്. അതിന് സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്റ്റാഫിനോട് അതിനോട് ഒരുപാട് നന്ദിയും സ്നേഹം അവരോട്. ഞങ്ങൾ അവരെ ഞങ്ങളുടെ സഹോദരങ്ങളായിട്ടാണ് കാണുന്നത്. അല്ലാണ്ട് ഞങ്ങളുടെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾ എന്നുള്ള രീതിയിലല്ല ഞങ്ങൾ അവരോട്. ഞങ്ങളുടെ അനിയന്മാരോട് എന്ത് പറയണു, ചിലപ്പോ ഞങ്ങള് മെക്കിട്ട് ചൂടാവും, അതൊക്കെ വേറെ വിഷയം. അത് ഞങ്ങൾ, കാരണം അവർക്കൊരു പ്രോബ്ലം വന്നാലും ഞങ്ങൾ ആരോടെങ്കിലും നമ്മൾ പറയും നിങ്ങൾ അത് സംസാരിച്ചോളണം എന്നുള്ളതാണ്. ഞങ്ങള് വി ആർ എ ഫാമിലി എന്ന് പറഞ്ഞ നമ്മുടെ ഫാമിലിയിലേക്കാണ് കസ്റ്റമേഴ്സ് വരുന്നത്, അല്ലെങ്കിൽ നമ്മുടെ സിനിമ കാണാൻ വരുന്നവര് എന്ന് പറയണം. അപ്പൊ അവരെ നമ്മൾ അതിഥി ദേവോ ഭവ, അത് പണ്ട് കാർന്നവന്മാര് പറഞ്ഞ പോലെ അങ്ങനെ കാണാൻ പാടുള്ളൂ. നമ്മൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും. നിങ്ങൾ ഈ പ്രശ്നങ്ങൾ നിങ്ങൾ റെസ്റ്റോറന്റ് പുറത്ത് വെച്ചോ, അകത്തേക്ക് എടുക്കരുത്. അകത്ത് നമുക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമ്മൾ സർവീസ് ചെയ്യുമ്പോൾ അതുണ്ടാവണം. ഇല്ലെങ്കിൽ കസ്റ്റമേഴ്സ് എല്ലാവർക്കും എങ്ങനെയെന്ന് അറിഞ്ഞൂടെ നമ്മുടെ നമ്പർ കണ്ടുപിടിച്ചത്, അല്ലെങ്കിൽ ഫേസ്ബുക്കിലെ സ്പെഷ്യൽ ഇതിൽ ചെയ്യും, അവർ മെൻഷൻ ചെയ്യും, ഇൻസ്റ്റാഗ്രാമിലെ സ്പെഷ്യൽ മെസ്സേജിലൂടെ വരും, സോഷ്യൽ മീഡിയ എല്ലാം. പിന്നെ ചിലര് ഇത് പൊളിക്കണം തീരുമാനിക്കുന്ന ആൾക്കാർ നേരെ വന്ന് ഫേസ്ബുക്കിലൂടെ വരും. പക്ഷെ നമ്മളുടെ രാജ്യത്ത് നിന്ന് പുറത്തുള്ള രാജ്യത്ത് ബിസിനസ് ചെയ്യുന്നതുകൊണ്ട് അവിടെയും ആ രാജ്യങ്ങൾ അവരുടേതായ കൺട്രോളാക്കി. നിങ്ങൾക്ക് ഒരു കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ ഒന്നുകിൽ അതിന്റെ അതോറിറ്റിനെ അറിയിക്കാം, അല്ലെങ്കിൽ ഗവൺമെന്റോ പ്രോപ്പർ വേ ആണ്. ഒരാൾക്കും ഒരാളെ ഹരാസ് ചെയ്യാൻ അത് ബാലൻസിന് വളരെ അത്യാവശ്യമാണ്. 100%. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആരും മനഃപൂർവ്വം ചെയ്യുന്ന കയ്യബദ്ധങ്ങൾ ഉണ്ടാവാം തീർച്ചയായും. അപ്പൊ അതിനകത്ത് നമ്മളത് അതിന്റെ ക്ലാരിറ്റി, ഞങ്ങൾക്ക് ഇത് ഇഷ്ടമായില്ല, അല്ലെങ്കിൽ ഇത്ര തെറ്റുണ്ട് നിങ്ങൾ ചെയ്തതിൽ, അല്ലെങ്കിൽ അതിന്റെ സ്വാദ് ശരിയല്ല, അത് നിങ്ങൾ കറക്റ്റ് ചെയ്യണം
അത് അവരോട് പറയാം. ഇനി അവർ അത് 2 പ്രാവശ്യം പറഞ്ഞിട്ടും കേട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് പറയാൻ വേറെ അതോറിറ്റി ഉണ്ട്. ഇതിപ്പോ നമ്മൾ ഒരു ചെറിയ പ്രശ്നം വന്നാൽ നമ്മുടെ നാട്ടിലൊക്കെ നേരെ കയറി "See guys, ഇവിടെ" അങ്ങനെ എക്സ്പോസ് ചെയ്തിട്ടുണ്ട് ആ മൂവിയില്. അതാണ് നമ്മള് അത് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ അതിൽ നല്ല മെസ്സേജ് ആണ് കൺവേ ചെയ്യണം. വെരി ഗുഡ് മെസ്സേജ്. അതെ, ഈഗോ ഇറക്കാനുള്ള ഒരു സ്ഥലമല്ല. അത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. എന്നാ പിന്നെ ഞാൻ അവരെ ഡിഫൈൻ ചെയ്തത് ഫാമിലി എന്നുള്ള ഐറ്റം ഫുഡ് ഐറ്റം ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു, ശരിയാണോ? പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറഞ്ഞ ഫുഡ് എനിക്ക് തോന്നുന്നു ആദ്യം നമ്മൾ ദുബായ് ബ്രാഞ്ച് അവിടെ ദിലീപേട്ടന്റെ പടങ്ങളുമായി ബന്ധപ്പെട്ട് പേരുകൾ പടങ്ങളായിട്ട് ബന്ധപ്പെട്ടാണ് മിക്ക ഫുഡിന്റെ പേര്. അതൊന്ന് പറയാമോ? ഏതൊക്കെയാണ് അപ്പൊ നമ്മള് നാട്ടിൽ കൊടുത്തു? അത് കുറെ ഉണ്ടല്ലോ. കുഞ്ഞിക്കുനൻ, 7 സുന്ദരരാത്രികള്, പിന്നെ മീശമാധവൻ, കുഞ്ഞിക്കൂനൻ, ചിരട്ടപ്പുട്ടാണ്. ചിരട്ടപ്പുട്ട് മീശമാധവനിന്ന് മീശ കിട്ടൂല കേട്ടോ. അല്ല, ശരിക്കും പേരൊക്കെ നിങ്ങൾ അപ്രൂവ്, അതായത് ഒരു ഡിഷ് വന്നു കഴിയുമ്പോൾ ഷെഫ് ഡിഷ് പ്രിപ്പയർ ചെയ്ത് നിങ്ങളെ മുന്നിൽ കൊണ്ട് വയ്ക്കുമ്പോൾ നിങ്ങൾ രണ്ടാളും അപ്രൂവ് ചെയ്യുമോ? ആദ്യകാലത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് അതിനുവേണ്ടി എന്താ പറയാ, നമ്മുടെ മുമ്പിലേക്ക് നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കുമായിരുന്നു. അല്ലെങ്കിൽ ഇങ്ങനെ സാറേ ഈ കോമ്പോല നമ്മൾ ചെയ്യുന്നത് എന്ന് പറയും. ഇപ്പൊ പ്രിൻസ് ആൻഡ് ഫാമിലി വെച്ചാൽ പ്രിൻസ് എന്ന് പറയുന്ന ഒരു പുട്ടും അതിനെ ചുറ്റിപ്പറ്റി വേറെ കോമ്പോള ഫാമിലി എന്ന് പറയുന്ന പോലെ പല പല ഡിഷുകൾ ഉണ്ടാവും. 7 സുന്ദരരാത്രി എന്ന് പറഞ്ഞ 7 ടൈപ്പ് സാധനങ്ങൾ. പണ്ട് നമ്മൾ കഴിക്കുന്ന ഒരു വെള്ളപ്പുട്ട്, ഒന്നുമില്ല അരിപ്പുട്ട്, ഗോതമ്പുട്ട്. ഇന്ന് നമ്മള് അരി, ഗോതമ്പ്, റാഗി, കോൺ, അങ്ങനെ ഒരു എല്ലാത്തിലും കിട്ടും. ഐസ്ക്രീം പുട്ട് ഉണ്ടാക്കുന്നുണ്ട്. എല്ലാ തരത്തിലുള്ളതിലേക്കും പോകും. ദേപുട്ട് വന്നതിന് ശേഷം പല റെസ്റ്റോറന്റിലും ഈ ഐസ്ക്രീം പുട്ട് ഒരു ട്രെൻഡിങ് നമുക്ക് നമ്മളുടെ പുട്ട് നമ്മുടെ റെസ്റ്റോറൻറ്റുകളിൽ നിന്ന് വന്നിട്ട് കഴിച്ചിട്ട് ഇതേ സംഭവങ്ങൾ അവിടെ പോയി വേറെ റെസ്റ്റോറൻറ്റുകളിൽ ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്. അതിപ്പോൾ നമ്മൾക്ക് അത് തന്നെ സാധിക്കുന്നുണ്ടല്ലോ. അത് ടേസ്റ്റി ആയിട്ടാണല്ലോ അവര് ചെയ്യുന്നത്. അല്ലെങ്കിൽ അതിൽ നമുക്ക് അഭിമാനമുള്ളൂ. കാരണം വേറെ കുഴപ്പമൊന്നുമില്ല. ഈ ഡിഷസ് നിങ്ങൾ എല്ലായിടത്തും ഒരേ ഷെഫ് അല്ലല്ലോ, ഡിഫറെന്റ് ഷെഫാണ്. അപ്പൊ എപ്പോഴെങ്കിലും ആരെങ്കിലും ഭക്ഷണം കഴിച്ചിട്ട് നിങ്ങളുടെ ദുബായിലെ റെസ്റ്റോറന്റില് ആ ഒരു ഡിഷ് നാട്ടിലെ റെസ്റ്റോറന്റ് അത്ര വന്നില്ല, അങ്ങനെ എന്തെങ്കിലും കമന്റ്സുകൾ വരാറുണ്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരേ ടേസ്റ്റിനെ ചിലപ്പോൾ നമുക്ക് ഒരു ദിവസം മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നവരില്ല. ചിലപ്പോൾ ഇന്ന് പെട്ടെന്ന് നമ്മുടെ മെയിൻ ഷെഫിന് ഒരു അസുഖം വന്നു, അല്ലെങ്കിൽ പെട്ടെന്ന് വീട്ടിലൊരു പ്രോബ്ലം ഉണ്ടായെന്ന് പറഞ്ഞ് പോകുമ്പോൾ ചിലപ്പോൾ അത് ഫോളോ ചെയ്യുന്ന ആൾക്ക് ചിലപ്പോൾ ഒരു ചെറിയ സ്വാദ് വ്യത്യാസം മസാലയിൽ സംഭവിക്കാം. അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു പൊടിക്ക് ഉപ്പ്. മനുഷ്യന്മാരല്ലേ, ഇത് ചെയ്യുന്ന മെഷീൻസ് അല്ലല്ലോ. മെഷീൻസ് ആണെങ്കിൽ നമ്മൾ ഇന്ന ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ അതേ വരുള്ളൂ. ഇത് നമ്മൾ സ്പോട്ടില് ചെയ്യല്ലേ. അപ്പൊ അതിൻ്റെതായ നാച്ചുറലി കുറെ വ്യത്യാസം നമ്മൾ തന്നെ. പക്ഷെ എന്താടാ ഷെഫ് കൂടി ഇല്ലടാ എന്ന് ചോദിക്കുന്നത് നമുക്ക് തന്നെ ചില സമയത്ത് നമ്മൾ ചോദിക്കും. നമ്മൾ പറയാം അങ്ങനെ ടേസ്റ്റ് ഇതാവല്ല. അല്ലെങ്കിൽ പിന്നെ വെച്ചാൽ നമ്മളിപ്പോ സത്യം പറഞ്ഞാല് ഇങ്ങനെ ഒരു ഭയങ്കര ഫ്രാഞ്ചൈസി അല്ലെങ്കിൽ നമ്മൾ ചെയിൻ ഓഫ് റെസ്റ്റോറൻറ്റ്സ് എന്നുള്ള രീതിയിലൊന്നും നമ്മൾ ആദ്യമേ ചിന്തിച്ചിട്ടില്ല. അത് ചെയിൻ ഓഫ് റെസ്റ്റോറൻറ്റ്സിലേക്ക് പോകുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നല്ല ജോലിയുള്ള പരിപാടിയത്. ഇത് വലിയൊരു ടീം വേണം. ഇതിലിരുന്ന് ഒരേ ഭക്ഷണം. അപ്പൊ ഭക്ഷണത്തിൽ ചില വ്യത്യാസങ്ങൾ സംഭവിക്കും. ഇപ്പോ ഭക്ഷണത്തില് വ്യത്യാസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ നാട്ടിൽ തന്നെ, കേരളത്തിൽ തന്നെ മീൻകറി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ണൂര് മുതൽ ട്രിവാൻഡ്രം വരെ പല ടേസ്റ്റാണ്. അങ്ങനെ ആ ടേസ്റ്റ് ഉണ്ടാക്കി കൊടുത്തില്ലെങ്കിൽ അവിടെ അക്സെപ്റ്റ് ചെയ്യില്ല. ഇപ്പൊ തിരുവനന്തപുരത്ത് അല്ലെങ്കിൽ നമ്മളുടെ ചങ്ങനാശ്ശേരി, കോട്ടയത്തുള്ള മീൻ മുളക്, കോട്ടയം വേറെ ടൈപ്പിലല്ലേ, ആലപ്പുഴ വേറെയാണ്, കോഴിക്കോട് വേറെയാണ് അല്ലെ. ഓരോരോ എറണാകുളം, കോട്ടയം ഒരേപോലെയാണ് മീൻകറി വെക്കുന്നത്. ഇതിലെന്താ വെച്ചാ എറണാകുളത്തെ ആൾക്കാർക്ക് ഒരുവിധം എല്ലാം കൂടി മിക്സ് ചെയ്ത് പിടിക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇപ്പൊ വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ സ്ഥലത്തെ ഷെഫുകളെയും മിക്സ് ചെയ്യാന്ന് പറയാം. ഒരു സൗഹൃദത്തിൽ തുടങ്ങി ഇപ്പോ ദേപുട്ട് പറഞ്ഞല്ലോ, ഒരു ചെയിൻ ആയി അതിന്റെ ഒരു ഇതൊക്കെ പറഞ്ഞല്ലോ. ഒരു ഇപ്പൊ ദിലീപ് ഹോസ്പിറ്റാലിറ്റി ആൻഡ് എന്റർടൈൻമെന്റ് എന്നുള്ളൊരു ഫേമായി ഇതിലെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മൾ എത്തി നിൽക്കുമ്പോൾ സസ്റ്റൈനബിലിറ്റിന്റെ ഒരു കാലഘട്ടമാണ്. ഈ ഹോസ്പിറ്റാലിറ്റി ടീം എങ്ങനെയാണ് അത് നിങ്ങളുടെ ബിസിനസ് ഫണ്ടിലേക്ക് കൊണ്ടുവരുന്നത്? അതൊന്ന്. പിന്നെ എൻ്റെ മനസ്സിൽ ഒന്നുകൂടെ വരുന്നുണ്ട്, ഒരു സക്സസ്ഫുൾ ബിസിനസ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. DHEക്ക് അങ്ങനെ ഒരു കമ്മിറ്റ്മെന്റ് എന്താണ്? വാട്ട് ഈസ് യുവർ ടേക്ക് ഓൺ ദാറ്റ്? അല്ല, ഇതില് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ കൊച്ചു സമ്പാദ്യത്തിൽ നിന്നാണ് ഞങ്ങളുടെ ആദ്യത്തെ
പ്രസ്ഥാനം തുടങ്ങുന്നത്. പിന്നീട് നമ്മളത് പുറത്തേക്ക് വരുമ്പോൾ അതിനെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരായിട്ട് ഭാഗമാവുകയാണ്. ഞങ്ങളും അതിൻ്റെ കൂടെ അതിനെ സപ്പോർട്ട്. എൻ്റെ ഇതിൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ ഐ ആം ദ ബ്രാൻഡ് എന്ന് പറയുന്ന ഒരു ഉത്തരവാദിത്വം. അത് ഇതാവുന്നു. നമ്മളിപ്പോൾ അല്ലാത്ത വെച്ചാൽ ഞാൻ പറഞ്ഞില്ല, ഞങ്ങൾ 5 ഫ്രണ്ട്സാണ്. ഞങ്ങൾ ഒരു കൈ 5 പേരില് 5 പേരിൽ ഒരേപോലത്തെ ഷേപ്പായിരിക്കാം, പല സുവിധ സ്വഭാവക്കാർ, പല രൂപവും കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത്. പക്ഷെ ഇതിനകത്ത് നമ്മൾ എന്താ പറയുക, ഒരു ഒറ്റ ലക്ഷ്യം എന്ന് പറയുന്നത്, അത് നമ്മളുടെ അടുത്ത് വരുന്ന ആളുകൾ സന്തോഷമായിട്ട് മനസ്സ് നിറഞ്ഞ് വയറ് നിറച്ച് ഭക്ഷണം കഴിച്ച് പോവുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ പുതിയ ഷെഫുകളോടൊക്കെ പറയും പുതിയ ഡിഷുകൾ. കാരണം അത്രയും കോമ്പറ്റീഷൻ നടക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ കോമ്പറ്റീഷൻ ഇല്ല, പക്ഷെ ആ കോമ്പറ്റീഷനിടയിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട്. കാരണം കഴിക്കാൻ വരുന്ന ആൾക്കാർക്ക് അവരെ സംബന്ധിച്ചിട്ട് ഫുഡ് നന്നാവും. ഇപ്പൊ ഇവിടുത്തെ ഗംഭീരമായ ഫുഡ് അപ്പുറത്ത് കിട്ടുന്നു എന്ന് പറഞ്ഞാൽ നമ്മളോട് ദേഷ്യം കൊണ്ടല്ല, അവരുടെ ടേസ്റ്റിനുള്ള സാധനം വേറെ ചിലപ്പോൾ കിട്ടുന്നു. അപ്പൊ നമ്മളെന്താ അപ്ഡേറ്റ് ആയിട്ട് ഇങ്ങനെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കണം. നമ്മൾ ഇമ്പ്രൂവ് ആവണം. നമ്മളുടെ ഷെഫുകൾ പുതിയ കാര്യങ്ങൾ കണ്ടുപിടിച്ചുകൊണ്ടേയിരിക്കണം. അല്ലെങ്കിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്ഥിരം ഒരു ഉച്ച ശാന്തമ കിടക്കും. അപ്പൊ നമുക്കറിയാം അവിടെ എത്ര സാധനം ഉള്ളൂ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു മിനിമം രീതിയിൽ പോയിക്കൊണ്ടിരിക്കും. പക്ഷെ ഗ്രോത്ത് ഉണ്ടാവണമെങ്കിൽ നമ്മൾ പുതിയത് കണ്ടുപിടിച്ചുകൊണ്ടിരിക്കും. എല്ലാവരും പുതുമകൾ ആഗ്രഹിക്കും. അതാണ് നമ്മളും ഫേസ് ചെയ്യുന്ന പ്രോബ്ലം ഭക്ഷണത്തില്. പിന്നെ ഭക്ഷണം തോന്നിയ പോലെ ഉണ്ടാക്കിയാലും കുഴപ്പമാണ്. ചേരാത്ത സാധനങ്ങൾ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ വന്നിരുന്ന് കഴിക്കണവൻ പണിയിട്ടു. വന്നിരുന്ന് കഴിക്കുന്നവനും ഏത് സാഹചര്യത്തിൽ വന്നിരുന്ന് ഭയങ്കര വിശപ്പോടുകൂടി വന്നിരിക്കുന്നവൻ ആദ്യം പ്രോൺസ് ചിലപ്പോൾ ഓർഡർ ചെയ്താൽ ചിലപ്പോൾ അത് പറയാൻ പറ്റൂല, എങ്ങനെ റിയാക്ട് ചെയ്യും. കക്കിറച്ചി മാരി അടിച്ചു കഴിഞ്ഞാൽ പറയാൻ പറ്റൂല. അല്ല, ചിലപ്പോ ഏത് ബോഡി എങ്ങനെ പറയാൻ പറ്റൂല. കാരണം ഗ്യാസ്. അതാ പറഞ്ഞേ. അപ്പൊ നമ്മൾ കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഒരു ചെറിയ കോമൺ സെൻസ് നമ്മളായിട്ട് ഞാനിപ്പോ അത് കഴിക്കാൻ പാടില്ല. കാരണം നിങ്ങൾ എന്ത് കഴിച്ചു എന്നുള്ളത് വിളമ്പുന്നവനറിയില്ല. നിങ്ങളും പറയണം, അയ്യോ അതിപ്പോ വേണം. ഞാനൊരു സ്ഥലത്ത് കഴിഞ്ഞപ്പോ വിശപ്പോടുകൂടി ചെന്നിരിക്കുന്ന സമയത്ത് കപ്പ പോലത്തെ സാധനം കൊണ്ടുവന്നാൽ ചിലപ്പോൾ നമ്മൾ ആദ്യം എനിക്ക് കഴിച്ചോളാം എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഗ്യാസ് ഫോർമേഷൻ, ബ്ലോട്ടിങ് ആവും. അപ്പൊ നമ്മൾ ഡിസ്റ്റർബ്ഡ് ആവും. അതിന് അപ്പൊ ഈ പറഞ്ഞ പോലെ പ്രോൺസ് കഴിച്ച് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ഫുഡ് അലർജിയും ഫുഡ് പോയിസണൊക്കെ ആയി മാറി കഴിഞ്ഞാൽ പിന്നെയും റെസ്റ്റോറന്റുകാരന് മെക്കെട്ടി കയറും. സത്യത്തിൽ അതിൽ സംഭവിച്ചിരിക്കുന്ന വേറെ ആംഗിളാണ്. അതിൽ വേറെ ഒരു ബിഗ് മെനസ് അല്ലേ ടേക്ക് അവേ ഒരു വലിയ ഇഷ്യൂ അല്ലേ? അതൊരു ചലഞ്ച് അല്ലേ? അതൊരു വളരെ ഒരു ഡെവലപ്പിംഗ് അതൊരു കൾച്ചറാണ്. എന്താന്ന് വെച്ചാല് കഴിക്കാൻ വരുന്ന ആളുകള് നമ്മളിപ്പോ വെച്ചിട്ടുണ്ടെങ്കിൽ ചില സമയത്ത് ക്വാണ്ടിറ്റി കൂട്ടും. ഞാൻ ഇടയ്ക്ക് ഇവിടെ തന്നെ പറയുന്നുണ്ട്, ഇതേക്കൂട്ടില് ക്വാണ്ടിറ്റി കുറച്ച് കൂടുതലാണ്. അപ്പൊ ഞാൻ പറയുമ്പോ നമ്മൾ ആവശ്യമുള്ള അവർ ചോദിച്ചാൽ എക്സ്ട്രാ കൊടുത്താൽ പോരെ. അപ്പോ അത് വന്നു കഴിഞ്ഞാൽ ടേക്ക് അവേ എന്ന് പറയുമ്പോൾ നമുക്ക് കുഴപ്പമില്ല, എടുത്തിട്ട് പോകും. പക്ഷെ എല്ലാം ചൂടോടുകൂടിയാണ് അതിന്റെ ഒരു സ്വാദ്. അതാണ് ഇതിൽ ഫേസ് ചെയ്യുന്ന പ്രോബ്ലം. പിന്നെ നമുക്ക് വീട്ടിലിരിക്കണമെന്ന് ചിലപ്പോ ടി വി കണ്ടുപിടിക്കാൻ പറ്റില്ല, നമ്മളാണ് ഇതായിട്ട് വരുന്നത്. കഴിച്ചു എന്തൊന്നും ഇത് കഴിക്കാനാണ് അവിടെ പോയത്. തണുപ്പായി നമ്മൾ കേൾക്കണം. പക്ഷെ ഇത് പാഴ്സൽ ചെയ്ത് കൊടുക്കാണ്ടിരിക്കാൻ പറ്റില്ല. കാരണം അവര് ഓർഡർ ചെയ്തതിന്റെ പാതിയാണത്. നമ്മൾ തരാൻ പറ്റില്ല, ഞങ്ങൾ തരില്ല എന്ന് പറഞ്ഞ് വായിച്ചു കുടിക്കാൻ പറ്റില്ല. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇല്ല ഇവിടെ നമ്മള് ഇപ്പൊ നമ്മള് തുടങ്ങുമ്പോ മിക്സ് മെനു മാത്രമല്ല, ഇപ്പൊ നമ്മള് ശരിക്കും പറഞ്ഞാൽ ഏതൊരു ടീമും ക്രിക്കറ്റ് കളിക്കുമ്പോൾ ഫുട്ബോൾ കളിക്കുമ്പോൾ നമ്മളെ കളിക്കളമായിട്ട് ഒന്നും മെർജാവാന്ന് പറയുന്നൊരു സാധനമാണ്. മനസ്സിലായില്ലേ? അപ്പൊ നമ്മള് ഞങ്ങളിപ്പോ 124 ഫുഡ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മെനു ഉണ്ടെങ്കിൽ അത്ര മെനു ഒറ്റ ദിവസത്തേക്ക് നമ്മൾ ഇറക്കൂല. കാരണം ഒന്നാമത് നമുക്കിവിടെ സ്റ്റാഫുകളൊക്കെ വന്ന് കേറുന്നുള്ളൂ, ഇതൊക്കെ ആയിട്ട് ചെയ്യുന്നുള്ളൂ. അപ്പൊ ഒറ്റ ദിവസം തന്നെ എല്ലാം കൂടി ഇതാക്കാൻ പറ്റില്ല. അപ്പൊ ആ ഒരു ടൈം എന്താണെങ്കിലും നമ്മളിവിടെ ഏത് റെസ്റ്റോറൻറ്റിലും നമ്മളത് എടുക്കും. ഒറ്റയടിക്ക് എല്ലാം ചെയ്യില്ല, പതുക്കെ നമ്മളത് ഓപ്പൺ ചെയ്ത് വരുള്ളൂ.
ദിലീപേട്ട, എന്തായാലും നമ്മൾ ദേപ്പുട്ടിന്റെ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ കേട്ടു. ഒപ്പം തന്നെ ദിലീപിന്റെ ലേറ്റസ്റ്റ് മൂവി റിലീസിനെ കുറിച്ചും നാദിർഷ ഖാന്റെ ഇപ്പൊ പാക്കപ്പ് കഴിഞ്ഞ മൂവിയെ പറ്റിയും 2 വാക്ക് ഒന്ന്. ഞാനിനി ഇനി റിലീസ് ചെയ്യാൻ പോകുന്നത് ഞാൻ അഭിനയിച്ച സിനിമ ബബ്ബയാണ്. ഞാനൊരു കഴിഞ്ഞ 8 വർഷമായിട്ട് എനിക്ക് തോന്നുന്നു ഞാൻ അങ്ങനെ ഇളകിയാടി കളിച്ചിട്ടുള്ള ഇപ്പൊ മീശമാനായാലും അങ്ങനെയുള്ള കളികളിൽ അതൊന്നും അങ്ങനെയുള്ള കഥാപാത്രങ്ങൾ ഞാൻ ചെയ്തിട്ടില്ല. എനിക്ക് തോന്നുന്നത് ഇപ്പോഴും ഈ സിനിമയിൽ അങ്ങനെയൊക്കെയുള്ള നമ്മുടെ ഇതില് വിനീത്, ധ്യാന തുടങ്ങി ഞങ്ങളൊരു വലിയൊരു ടീം ഓഫ് ആക്ടേഴ്സ് ഉണ്ട്. അതൊക്കെ നിങ്ങൾ സ്ക്രീനിൽ കാണുക. കാണുക. ഞങ്ങള് വെറുതെ നമ്മൾ എന്തെങ്കിലും പറഞ്ഞ് നിങ്ങൾ ഭയങ്കര ഹൈപ്പ് ഉണ്ടാക്കി. ഞങ്ങൾക്കിപ്പോ ഹൈപ്പ് പേടിയാ. ഞങ്ങൾ പറയണ വെച്ചാൽ ഞങ്ങളിപ്പോ ചെയ്തിരിക്കുന്ന സിനിമ അതിൽ ടാഗ് ചെയ്യുന്നത് വേൾഡ് ഓഫ് മാഡ്നസ്. ഏതൊരു മനുഷ്യനും ഇന്നും ചെറിയൊരു ഭ്രാന്തുണ്ടെന്ന് പറഞ്ഞ പോലെ നമ്മളെല്ലാവരും ഉണ്ട്. അതിന്റെ ഇത് നമ്മള് എന്ന് പറഞ്ഞ ഞാനമ്മയെ കൂടിയാണല്ലോ ലൈഫ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ കുറച്ച് നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ എന്തെങ്കിലും അബ്നോർമൽ തോന്നിയോ ഭ്രാന്തുണ്ടാവില്ലേ എന്ന് ചോദിക്കുന്ന പോലത്തെ സ്വഭാവം ഉണ്ടല്ലോ. ആ ഒരു രീതിക്കുള്ളൊരു നിങ്ങൾ ഇത് സിനിമയായിട്ടേ കാണാൻ പാടില്ല. അല്ലാതെ നിങ്ങൾ ലോജിക്ക് അതൊന്നും പറയരുത്. അതാണ് വേൾഡ് ഓഫ് മാഡ്നസ്. നോ ലോജിക്. നിങ്ങൾക്ക് സ്ക്രീനിൽ എന്റർടൈൻ ചെയ്യാനുള്ള സാധനങ്ങൾ നമ്മൾ തരാൻ ശ്രമിക്കുന്നു. ഓണം കഴിഞ്ഞിട്ട് ജൂലൈ 4th മറ്റേ സർപ്രൈസ് ഒരു ടീസർ വന്നു അല്ലേ? അത് ദൈവം അനുഗ്രഹിച്ച് എല്ലാവർക്കും നല്ല അഭിപ്രായം ഉണ്ടാക്കിയതാണ്. അതെ അതെ, നല്ലൊരു വൈബ് ഡിഫറെന്റ് ആണ്. മാജിക് മഷ്റൂംസ് ഒരു പക്ക എന്റർടൈൻ ആയിട്ടുള്ള സിനിമ. അതായത് വിഷ്ണു ഉണ്ണി കൃഷ്ണനുണ്ട്, പിന്നെ അൽത്താഫ്, ജോർഗീസ്, അങ്ങനെ ഒരു ഇപ്പോഴത്തെ പാടുന്നുണ്ടോ പാട്ടില്? ഇല്ല, ഇപ്പൊ ബാക്കി നല്ല സിംഗേഴ്സ് ആണ്. മോള് പാടും. എന്റെ മോള് പാടിയിട്ടുണ്ട്, 2ാമത്തെ ആള്. പിന്നെ വിനീത് ശ്രീനിവാസൻ, ശങ്കർ മഹാദേവൻ, ശ്രേയ ഘോഷല്, ചിത്ര ചേച്ചി, ഞാനാ മ്യൂസിക്. പിന്നെ 5 റൈറ്റേഴ്സ് ആണ് ലിറിക്സ്. 10 സിംഗേഴ്സ് ഉണ്ട്. ദിലീപേട്ടൻ ഒന്നിക്കുമ്പോ എപ്പോഴും നിങ്ങളുടെ എന്തെങ്കിലും ഒരു കോമ്പിനേഷൻ, ഒരു സോങ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണാൻ സാധിക്കും. ഇത് നിങ്ങൾ രണ്ടാളും ഈ ഫ്രണ്ട്സ് ആയതുകൊണ്ട് നമുക്ക് പറയാം ഏടാപോടാ ബന്ധം. അപ്പൊ നമ്മള് ഇതൊന്നും വേണ്ട, ഈ ലൈൻസ് ഒന്നും വേണ്ട, എനിക്ക് വേറെ ലൈൻ ചെയ്ത് അങ്ങനെ ദിലീപേട്ടൻ ആദർശക്കാരോട് പറയാറുണ്ട്. അല്ല, ഇതിനു വേണ്ടിട്ട് പാട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ. എനിക്ക് വേണ്ടി ഞാൻ പാടുന്നത് ഇവന്റെ ധൈര്യത്തിലാണ്. കാരണം ഇനി ഞങ്ങളുടെ ഒരു പാട്ട് വരും കേട്ടോ താമസിയായിട്ട്. ഇവൻ പാടിയ അതല്ല, അത് വേറെ. ഇവൻ പാടിയ ഇവന് ഓരോ പാട്ട് പാടുമ്പോ ഞാൻ പാടൂട്ടാ. അങ്ങനെ മറ്റേ കണ്ടാൽ ഞാനൊരു സുന്ദര നാരങ്ങ മിഠായി. ഇവൻ നല്ല ഗായകരെ വെച്ച് പാടാൻ പ്ലാൻ ചെയ്ത് വെക്കും. ഞാനെ പോയി വിളിക്കും. കാരണം പിന്നെ അത് ആർക്കും പാടാനും പറ്റും. കാരണം ഇത് താളം പോകുന്നൊന്നും ഇല്ലാണ്ട് പോകില്ല. അപ്പൊ അതുകൊണ്ട് ഞാന് എന്റെ റെക്കോർഡിങ് എക്സ്പീരിയൻസിൽ ദൈവാനുഗ്രഹിച്ചിട്ട് നമ്മള് ഇപ്പൊ ശങ്കർ സാറ്, ശ്രേയഘോഷിലോട്ട് എല്ലാ ദാസേട്ടൻ, എല്ലാ സിംഗേഴ്സും, ഒരുവിധപ്പെട്ട എല്ലാ സിംഗേഴ്സും ഇപ്പോഴത്തെ ന്യൂ ജനറേഷനും മറ്റേ ഓൾഡ് ജനറേഷനും പാടിയുണ്ട്. അതില് ഈ ഒരിക്കലും ഒരു മ്യൂസിക് ഡയറക്ടർക്ക് ഇല്ലാത്തൊരു അനുഭവമുള്ള ഞാനാണ്. കാരണം ശ്രുതിയും താളം കേൾക്കുമ്പോൾ അത് ഓഫ് ചെയ്യടാ, എനിക്കത് ഡിസ്റ്റർബൻസ് ആണ് എന്ന് പറഞ്ഞാൽ ഒരേ ഒരു സിംഗർ ഹെഡ്ഫോണിലെ പാട്ട് ഇട്ട് കൊടുത്തിട്ട് അതിനകത്ത് താളം ഉണ്ടാവും, ശ്രുതി ഉണ്ടാവുമല്ലോ സ്വാഭാവികമായിട്ട്. നീ അത് 2 ഓഫ് ചെയ്യും, എനിക്ക് അതില്ലാണ്ട് പാടിക്കോ. അത് 2 ഇല്ലാതെ നമ്മുടെ രീതിക്ക് പാടുന്നു. ഇയാൾ പ്രഗത്ഭനായ സംഗീതജ്ഞനാണെങ്കിൽ അതിനനുസരിച്ച് സംഗീതം ചെയ്തോളണം. അല്ലെ പിന്നെ ഞാൻ സ്വയം ഇത്ര വലിയ ഇവർക്കൊക്കെ പാട്ടറിയാം, എല്ലാവരും പാട്ടുകാരാണ്. അവർക്ക് വേണ്ടി സംഗീതം ഒരുക്കാൻ ഇത്ര വലിയ ഇതാണ്. അല്ല, ശ്രുതി താളം ഒരു ശല്യമാണ് എനിക്ക്. അത് 2 എന്നെ ഡിസ്റ്റർബ് ചെയ്യണം, അത് ഓഫ് ചെയ്യാൻ പറയും. അപ്പൊ എന്തായാലും 2 ആളും നമ്മുടെ പക്ഷെ ഞാൻ പാടിയ പാട്ടുകളൊക്കെ ഹിറ്റാട്ടോ. സൂപ്പർ സൂപ്പർ. ഇവന് അതുകൊണ്ട് സംഗീതത്തെ കുറിച്ച് പോത്ത കൺഫ്യൂഷല്ല.
ഏതാണ് ശരി? ഇവനാണോ ശരി, മറ്റവരാണോ ശരി? ഇവ രണ്ടിലും ഒരു ശരിയുണ്ട്. ഞാനാണോ തെറ്റ്? ഇങ്ങനെയൊക്കെ ഇരിക്കുന്നതാണ്. അല്ല, പണ്ട് മിമിക്രിക്ക് പോകുമ്പോഴേ ഞങ്ങൾ മിമിക്സ് ഗാനങ്ങൾ ചെയ്യും. മിമിക്സ് ഗാനങ്ങൾ ചെയ്യുന്ന സമയത്ത് എല്ലാ ഇൻസ്ട്രുമെന്റ്സും ശ്രുതി, ഞാനോ താളം വേണം, എല്ലാം വേണം. അപ്പൊ ചില കോളേജുകളിലൊക്കെ ചെല്ലുമ്പോൾ ഫുൾ ഗേൾസും ഒക്കെ ഉണ്ടാവില്ല. ഇപ്പൊ മിമിക്സ് ഗാനങ്ങൾക്ക് ദേഹം കയറും, അല്ല മൈക്കായിട്ട് കയറും. അപ്പം തന്നെ നമ്മുടെ കൈ കാലം പെറുക്കും. കാരണം എന്താണ് അവിടുന്ന് വരുന്നതെന്ന് അറിയാൻ പാടില്ല. അപ്പൊ തന്നെ പതുക്കെ മൈക്ക് സൗണ്ട് എഞ്ചിനീയറുടെ അടുത്ത് പറയും, അത് ഓഫ് ചെയ്യണോട്ടാ, മൈക്ക് ഓഫ് ചെയ്തേക്ക്, അതിനകത്തുനിന്ന് അല്ലെങ്കിൽ ചില ശബ്ദങ്ങൾ വരും എന്ന് പറയും. അത് മൈക്ക് ഓഫ് ചെയ്യിപ്പിച്ചിട്ട് ഞാൻ ആലോചിച്ചത് അങ്ങനെ ഉള്ള ഒരാളുടെ പാട്ട് ഞങ്ങൾ പിന്നെ സ്റ്റേജിൽ പാടേണ്ടി വന്നിട്ടുണ്ട്. അവിടെയാണ് ദൈവം എന്ന് പറഞ്ഞ മൈക്ക് ഓഫ്. കാരണം നമ്മൾ എന്ത് സിൻസിയർ ആയിട്ട് അതിനെ അപ്രോച്ച് ചെയ്യണേ, അതിനെ നമുക്ക് പണി തരാൻ നോക്കാം. അപ്പൊ ദൈവം കൊടുക്കുന്ന ഒരു വലിയ പണി, അവനെ കൊണ്ട് അവന് വേണ്ടിട്ട് ഇവനെ കൊണ്ട് സംഗീതം ചെയ്യിപ്പിച്ച് പാടിപ്പിച്ചിട്ട് ഇവൻ ഓക്കെടാ. അപ്പോഴാണ് ഞാനിത് നമുക്ക് ദൈവം കൂട്ടുള്ളപ്പോ. അപ്പൊ ദിലീപേട്ട നാദൃശിക നമ്മുടെ ലൈവ് FM 107.2 ലിസണേഴ്സിനോട് ഒരു ചെറിയൊരു മെസ്സേജ്. ഭക്ഷണം കഴിക്കണം തോന്നിയാൽ അപ്പോടി വരിക. ദൈവം നിങ്ങൾക്കായിട്ട് തുറന്നിരിക്കുകയാണ്. നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങളോടൊപ്പം എന്നും ഉണ്ടാവണം. അതുപോലെ നിങ്ങളുടെ വിലയേറിയ സമയത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. സത്യം, നിങ്ങൾ രണ്ടുപേരോടും താങ്ക് യു സോ മച്ച്. അതെ അതെ, ഞങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും, പക്ഷെ നിങ്ങൾ രണ്ടുപേർക്കും ഉറക്കമൊക്കെ ഉണ്ട്, ഭയങ്കര ടയേർഡ് ആണെന്ന് അറിയാം. പണ്ട് 3 Men Army ഇറങ്ങിയപ്പോൾ ഇപ്പൊ ഷാജോണ് ഭയങ്കര സൗഹൃദമാണെന്ന് എനിക്കറിയാം. ഞാൻ ഒരിക്കൽ ടൗണിൽ നിന്ന് വന്നപ്പോൾ ഷാജോണ് ഈ ഒരു സിനിമാ മംഗളം എടുത്ത് കാണിക്കുകയാണ്. അച്ഛാ ഇത് കണ്ടോ? ഞാൻ എന്താ ദിലീപേട്ടൻ 3 Men Armyക്കകത്ത് ഇൻസേർട്ടൊക്കെ ചെയ്തു ഒരു ഫുൾ പേജ്. അന്ന് മുതൽ ഞങ്ങൾ നിങ്ങളുടെ രണ്ടുപേരുടെ വലിയ ഫാൻസാണ്. ഷാജോണ് നമുക്കൊരു സഹോദര സ്ഥാനത്തുള്ള ഒരാളാണ്. ഷാജോന്റെ വൈഫ് എന്റെ സിസ്റ്ററായിട്ട് അഭിനയിച്ചിട്ടുള്ളത്. അന്ന് മോള് ഈ പെങ്ങളുടെ സ്ഥാനത്തുള്ള, ഞാനിടയ്ക്ക് പെങ്ങളെ അളിയും കുഴപ്പമൊന്നുണ്ടാക്കുള്ള അങ്ങനെയൊക്കെയുള്ള ശ്രമമുണ്ട്. പക്ഷെ ഞാൻ കണ്ടയില്ലേ, ഞാൻ അന്ന് ഈ കൊച്ചു കൊച്ചു വേഷങ്ങൾ ചെയ്താണ് ഷാജോൺ. ഞാനും അതെ കൊച്ചു കൊച്ചു വേഷങ്ങൾ ചെയ്തത്. പക്ഷെ ഷാജോണ് ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുമായിരുന്നു. എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ ഈ എനിക്ക് തോന്നുന്നത് ജഗദീഷ് ശ്രീകുമാർ കഴിഞ്ഞിട്ട് അവനവന് ആവശ്യമില്ലാത്ത കാര്യത്തിലും ആവശ്യമുള്ള കാര്യത്തിലും ഒക്കെ നോക്കിക്കണ്ട് റിയാക്ട് ചെയ്യുന്ന ആർട്ടിസ്റ്റ് എന്ന് പറയും. അങ്ങനെയാണ് നമുക്ക് ഓരോ സമയത്തും ഷാജോൺ പതുക്കെ വേഷങ്ങൾ ഇങ്ങനെ അത് ഷാജോൺ ഇടാട്ടാ, അത് ഷാജോൺ നന്നാവും. അങ്ങനെ നമ്മൾ തിളക്കത്തിലൊക്കെ ആനപ്പാപ്പാനൊക്കെ ഇങ്ങനെ എല്ലാ സ്ഥലത്തും ഭയങ്കര ഒരു രസമാണ് സെറ്റിലേക്ക്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരിക്കൽ ഈ മൈ ബോസിന്റെ സമയത്താണ് ഇങ്ങനെ ആ വേഷം ഇങ്ങനെ ചെയ്യുന്നത്. പലരുടെ ചിന്തകളൊക്കെ വന്ന അവസാനം പറയാം, നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ ഞാൻ ഒരാളെ പറയാം. കാരണം എനിക്ക് വിശ്വാസമുണ്ട്, പക്ഷെ നിങ്ങളത് എടുത്താൽ അയാൾക്ക് ഭാവിയിലൊരു സംഭവമായിരിക്കുകയാണ്. അതാണ് ഷാജോൺ ജീത്തു ഷാജോൺ വെച്ചിട്ടാണ് ചെയ്തത്. എനിക്ക് തോന്നുന്നു അവിടെ നിന്ന് തുടങ്ങിയതായി. പിന്നെ എൻ്റെ ഇടയ്ക്ക് പിന്നെ ഭയങ്കരമായിട്ട് വേറൊരു ടൈപ്പ് ഓഫ് വേഷം ചെയ്തത് ദൃശ്യം തോന്നുന്നു അല്ലേ. അപ്പൊ എല്ലാ തരത്തിലുള്ള വേഷവും ഷാജോണിനെ ഇണങ്ങും. നല്ലൊരു ആക്ടറായിട്ട് എനിക്ക് തോന്നുന്നു. ഭയങ്കര ഹാർഡ് വർക്ക്, പിന്നെ ഭയങ്കര സിൻസിയർ ആണ്. ഞങ്ങളുടെ ഷോയൊക്കെ ഞങ്ങൾ ഒരുമിച്ച് ഒരുപാട് ഷോസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ധൈര്യമായിട്ട് എനിക്ക് തോന്നുന്ന എനിക്ക് മണീനെ ഭയങ്കര ഇതാണ്. നമ്മുടെ കൂടെ നിൽക്കുന്ന ചങ്ക് എന്ന് പറയുന്നത് ഭയങ്കര ചങ്കാണ്, ചങ്കൂറ്റാണ് എന്ന് പറയുന്ന ഒരാളാണ് കലാപമണി നമുക്കെല്ലാം. അതുപോലെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഞങ്ങൾക്ക് ഒരുമിച്ച ഷോണ് മണി, ഷാജോൺ, ധർമ്മജൻ, ഇതൊക്കെയാണ്. പക്ഷെ അതുപോലെ മണിയുടെ ഒപ്പം പോലെ തന്നെ അല്ലേ നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരാളാണ്. അത് നമുക്ക് സിനിമയിലിട്ടാലും സ്റ്റേജിൽ കൊണ്ടായാലും നമുക്കൊരു കോൺഫിഡൻസ് എവിടെയും നമ്മുടെ കൂടെ കൊണ്ടാവുന്നതാണ്. ധൈര്യം ഉണ്ടാവും. വലിയ സന്തോഷം. സന്തോഷം. അതെ, താങ്ക് യു സോ മച്ച്. യുവതി